കൊച്ചിനെ കിട്ടും, ഞാൻ പോയി കഴിക്കാൻ. ചോറ് ചോറെടുത്തോളേ. വിജയസാ വാ കഴിക്കാം. ചപ്പാത്തി ചോറില്ലേ? ഷുഗറേ 298. ചപ്പാത്തി കൂടി കഴിക്കുന്നില്ല, കഴിച്ചാൽ മതി കേട്ടാ. കണ്ടോ, രാത്രി ഒരു ശാലം ചോറുണ്ടില്ല, ഒരു സുഖവും ഇല്ല. എന്നാ ഷുഗർ ഇത് കഴിച്ചിട്ട് ഇറങ്ങുന്നുമില്ല. എടി ഇച്ചിരി വെള്ളം എടുക്കുക. ആ മതി. ഞാൻ ലൈറ്റ് ഇടാം. വെള്ളം കുടിക്കും. എന്ത് സ്വപ്നം? പേടിയാവോ? നമ്മുടെ നാട്ടില് വലിയൊരു പകർച്ചവ്യാധി, നൂറുകണക്കിനല്ല 1000കണക്കിന് ആൾക്കാർ മരിച്ചു വീഴുന്നത്. ആശുപത്രിയിലെ ശവപ്പുമ്പ് പോലെ ആയി കിടക്കുക, കടകളെല്ലാം അടച്ചു കിടക്കുക, വീടുകളിലൊക്കെ ആണെങ്കിൽ നിലവിളി പോലെ. അതിലൊരു ശാസ്ത്രജ്ഞൻ ഇതിനൊരു പ്രതിവിധി കണ്ടെത്തി. ഒരു ശുദ്ധമായ മനുഷ്യരക്തം ഉണ്ടെങ്കിൽ നമ്മൾ അവർക്കൊരു വാക്സിൻ ഉണ്ടാക്കാം. അങ്ങനെ അവർ എത്തിയത് നമ്മുടെ കുഞ്ഞിന്റെ അടുത്താ. ഞാനും അതിനെ സമ്മതിച്ച് എല്ലാരും ഭരിച്ചോണ്ടിരിക്കുമ്പോ നമ്മൾ വാശി പിടിക്കുന്നത് ശരിയല്ലല്ലോ. പക്ഷെ അവസാനം അവരൊരു കാര്യം പറഞ്ഞു, ഒരു പക്ഷെ രക്തം എടുക്കുമ്പോ നമ്മുടെ കുഞ്ഞ് നഷ്ടപ്പെടും. ഇച്ചയും പക്ഷെ സമ്മതിച്ച് എനിക്ക് സഹിച്ചില്ല. ഞാനത് സമ്മതിക്കില്ല എന്ന് പറഞ്ഞു. എനിക്ക് എന്റെ കുഞ്ഞില്ലാൻ പറ്റും. നീ വിഷമിക്കല്ലടി, ഇന്ന് ദുഃഖ വെള്ളിയാഴ്ചയല്ലേ. കർത്താവ് നമ്മളോട് സ്വപ്നത്തിൽ സംസാരിച്ചായിരിക്കും. നീ ഒന്ന് ആലോചിച്ച് നോക്കി. സ്വപ്നത്തില് ഒരുപക്ഷെ നമ്മുടെ കുഞ്ഞ് മരിച്ചു പോകുമെന്ന് പറഞ്ഞപ്പോൾ നിനക്ക് ഇത്രമാത്രം വിഷമം ഉണ്ടായെങ്കിൽ ഈ ലോകത്തിന്റെ പാപത്തിനു വേണ്ടി തൻ്റെ ഏകജാതനായ പുത്രനെ നമുക്ക് വേണ്ടി തന്ന ദൈവത്തിന്
എത്ര വിഷമം ഉണ്ടായിക്കാണും. എന്നിട്ടും എന്താടി ഈ മനുഷ്യരൊന്നും സ്വപ്നത്തിന്റെ കാര്യം പറഞ്ഞോണ്ടിരുന്ന സമയം പോയി. പോയിക്കേ, ഇന്ന് ദുഃഖ വെള്ളിയാഴ്ചയാ, പള്ളിയിൽ പോകണ്ടേ? ക്രൂശിൽ നിന്നും പാഞ്ഞൊഴുകിയിടുന്ന ദൈവസ്നേഹത്തിൻ വൻ കൃപയെ ഒഴുകി ഒഴുകി അടിയാനിൽ പെരുകേണമേ. സ്നേഹസാഗരമാ ഒഴുകി ഒഴുകി അടിയാനിൽ പെരുകേണമേ. സ്നേഹസാഗരമാ സ്നേഹമാം ദൈവമേ, നീ എന്നിൽ അനുദിനവും വളരേണമേ. ഞാനോ കുറയണമേ. സ്നേഹമാം ദൈവമേ, നീ എന്നിൽ അനുദിനവും വളരേ